ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളുടെ വിശ്വാസ വ്യവസ്ഥ, അതായത് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മളുടെ ജീവിതത്തെ എങ്ങനെയാണ് നയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു കഥ പറയാം. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ആനകളെ കണ്ടിട്ടില്ലേ? ആനയെ ചെറിയ ഇരുമ്പ് ചങ്ങലയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ തോന്നാറില്ലേ, ഈ ചങ്ങല ആനയ്ക്ക് എളുപ്പത്തിൽ പൊട്ടിക്കാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ ആന ഈ ചങ്ങലയെ പൊട്ടിക്കുന്നില്ല എന്നുള്ളത്. അതിന് അവരുടെ കുഞ്ഞു കാലത്ത് അവരുടെ മനസ്സിൽ കുടിയേറിയ ഒരു വിശ്വാസം കൊണ്ടാണ്. അതായത് ആനയെ ചെറുതായിരിക്കുമ്പോൾ, ആനക്കുട്ടിയായിരിക്കുന്ന സമയത്ത് വലിയ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് മരത്തിൽ കെട്ടിയിടുമായിരുന്നു. അപ്പോൾ ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ ചങ്ങല പൊട്ടിക്കാൻ. അപ്പം കുഞ്ഞാനയ്ക്ക് വലിയ ചങ്ങല പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസം ആ ആനക്കുട്ടിയിൽ രൂപപ്പെടുകയാണ്. എനിക്ക് ഈ ചങ്ങല ഒരിക്കലും പൊട്ടിച്ചെടുക്കാൻ സാധിക്കില്ല. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസ വ്യവസ്ഥ, ബിലീഫ് സിസ്റ്റം ആ ആനയുടെ മനസ്സിൽ രൂപപ്പെടുകയാണ് ആനക്കുട്ടിയായിരുന്ന സമയത്ത്. അത് പിന്നീട് വളർന്നാലും ഈ ആന ഒരിക്കലും ഈ ചങ്ങലയെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കാറില്ല. പിന്നെ ഈ ആന ചങ്ങല പൊട്ടിക്കുന്നത് മദമിളകുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നു. മതം ഇളകുന്ന സമയത്ത് അതിന് അറിയില്ലല്ലോ, അതിൻ്റെ വിശ്വാസമൊക്കെ അത് മറന്നു പോകുമല്ലോ. ആ സമയത്ത് മാത്രമാണ് അത് വീണ്ടും ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനുഷ്യരുടെയും പല പല ജീവിത അവസ്ഥകളും. നമുക്ക് ഒന്ന് രണ്ട് തവണ മോശം എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു കാര്യം പിന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ നമ്മളെ മനസ്സ് സമ്മതിക്കില്ല. നമുക്ക് ആ എക്സ്പീരിയൻസ് ട്രിഗറാകും. എന്ന് പറയുന്നത് പോലെ നമുക്ക് പല 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 വിശ്വാസങ്ങളുമുണ്ട്. എനിക്ക് വിജയിക്കാൻ കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് സമ്പന്നനാകാൻ കഴിയില്ല, എനിക്ക് വലിയ വലിയ നേട്ടങ്ങളൊന്നും എന്നെ തേടി വരില്ല. ഇത്തരത്തിലുള്ള പല വിശ്വാസങ്ങളും പലപ്പോഴും നമ്മളുടെ ജീവിതത്തെ വളരെയധികം മോശമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്, അല്ലേ? വർഷങ്ങളായിട്ട് നമ്മളുടെ വിശ്വാസമാണ്, വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പലതവണ ട്രൈ ചെയ്തപ്പോഴും പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. അതൊക്കെ നമ്മൾ നിരുത്സാഹപ്പെട്ട് അവിടെ വെച്ച് കെട്ടിയിട്ട് പിന്നെ നമ്മളത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാറേ ഇല്ല. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ആകെ 85 സബ്സ്ക്രൈബേഴ്സിൽ വന്ന് കുറേ നാൾ സ്റ്റക്കായി നിന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കിത് കഴിയില്ല, യൂട്യൂബിലൊന്നും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും റീച്ച് കിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിശ്വാസം എനിക്കുണ്ടായിരുന്നു, നെഗറ്റീവ് വിശ്വാസം. പിന്നെ ഞാൻ എല്ലാവരും കൂടെ പുഷ് ചെയ്യുമ്പോൾ 5-6 വീഡിയോ ഇടുന്നു, വീണ്ടും ചെറുതായിട്ടൊന്ന് ഉയരുന്നു. അപ്പോഴും നമുക്കൊരു വിശ്വാസമൊക്കെ വരുമെങ്കിലും പിന്നെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് റീച്ച് കുറയുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആകും. വീണ്ടും നമ്മളിങ്ങനെ അങ്ങനെ ട്രൈ ചെയ്താണ് ഞാൻ ഒരുവിധം യൂട്യൂബിൽ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചത്. അതിനെനിക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. ഞാൻ ആ ട്രൈ ആദ്യത്തെയോ രണ്ടാമത്തെയോ പരാജയത്തിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും യൂട്യൂബിലേക്ക് വരികയില്ല. കാര്യം എൻ്റെ വിശ്വാസം അതാണ്. എനിക്കൊരിക്കലും യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഇത് ട്രൈ ചെയ്യില്ലായിരുന്നു. പക്ഷേ എനിക്ക് ചുറ്റും ഒരുപാട് ഫോഴ്സ് ഉണ്ടായിരുന്നു. ചെയ്യത് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും എന്നെ നന്നായിട്ട് ഫോഴ്സ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വിശ്വാസങ്ങൾ മാറ്റണമെങ്കിൽ നമുക്കൊരു ഫോഴ്സ് തന്നെ വേണ്ടി വരും. നമുക്ക് കുറേ എക്സ്പീരിയൻസ് വേണം, കുറേ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റുള്ള ആൾക്കാർ ചെയ്ത് വിജയിച്ച്. ഇപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഒരാൾ യൂട്യൂബ് അവർ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ വരും. എനിക്കും അങ്ങനെയാണല്ലോ, ഞാനും ആദ്യം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ, അപ്പോൾ ചിലപ്പോൾ എനിക്കും വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ചിലപ്പോൾ ആരെങ്കിലും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. കാര്യം കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മാമിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിവെച്ചിരുന്നത് പുനരാരംഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അത് കേൾക്കുമ്പം എനിക്ക് വളരെയധികം സന്തോഷമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മറ്റൊരാളുടെ ബിലീഫ് സിസ്റ്റത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുന്നു എന്ന് കാണുമ്പോൾ നമുക്കത് വളരെയധികം സന്തോഷം തരും. അപ്പം സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ചരിത്രം നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഈ ബിലീഫ് സിസ്റ്റത്തിൽ ഒരു വിള്ളൽ വരാൻ സാധ്യതയുണ്ട്.
മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ചരിത്രങ്ങളോ ഇതുപോലെ യൂട്യൂബ് വീഡിയോയിലൂടെ വന്ന് ഇപ്പം എല്ലാവരും അവരവരുടെ കഥകൾ പറയുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ നമുക്ക് സംഭവിക്കുന്നത് ഇതാണല്ലോ, അപ്പം നമുക്കിങ്ങനെ അല്ല, ഇങ്ങനെ ഉള്ളവരും ഉണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു തിരിച്ചറിവാണ്. തിരിച്ചറിവ് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിൽ കാര്യമായ വിള്ളലുണ്ടാകും. അത് കഴിഞ്ഞ് ധൈര്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ അതിൽ ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളൊന്നും പ്രവർത്തിക്കാതെ അയ്യോ ഇത് ചെയ്താൽ ശരിയാകില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പരാജയങ്ങളൊക്കെ വിജയത്തിൻ്റെ മുന്നോടിയാണ്. പരാജയപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലെത്തുമ്പോൾ അഹങ്കാരം ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ ആദ്യമേ കയറി എല്ലാ കാര്യങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്ന് തോന്നും. അപ്പോൾ നമുക്ക് ആ ഒരു അഹങ്കാരം വരും. അപ്പോൾ അതേസമയം നമ്മൾ പരാജയപ്പെട്ട് എല്ലാ ദിവസവും നമ്മൾ സ്ട്രഗിൾ എടുത്ത് മുന്നോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാകും ഈ വിജയത്തിന് പിറകിൽ ഒത്തിരി സ്ട്രഗിളുണ്ട്. അഹങ്കരിക്കാനും മാത്രം ഒന്നുമില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പരാജയങ്ങളെയും വിജയങ്ങളായിട്ട് തന്നെ സ്വീകരിക്കുക. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പരാജയമായാലും വിജയമായാലും പഠനമാണ്. അതെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ പാഠപുസ്തകങ്ങൾ പോലെയാണ് ഓരോ എക്സ്പീരിയൻസും. അതിൽ നമ്മൾ തളച്ചിടപ്പെടരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അതൊരു ക്ലാസ് ഒന്നുമല്ല. അതിലൂടെ കുട്ടികൾക്ക് ഡെയിലി ഉള്ള വിശ്വാസങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസും ഗൈഡൻസും എല്ലാം കൊടുത്ത് ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പെർ മന്ത് 500 രൂപയാണ് ഫീസ്. ആഴ്ചയിൽ 3 ദിവസം ഞാൻ ലൈവ് വന്ന് അവർക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കും. ക്ലാസ്സായിട്ടൊന്നും അല്ല, കുറച്ച് മോട്ടിവേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, രാവിലെ എന്ത് ചെയ്യണം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ഇതൊക്കെ എപ്പോഴൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ അഫർമേഷൻ പറയണോ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംശയമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരിക എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ദിവസവും നമ്മൾ മോർണിംഗിൽ ചെയ്യേണ്ട പ്രാക്ടീസ്, ഈവനിങ് ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പിന്നെ ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമുക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി 24 hours ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതും ഒരു പ്ലസ്സാണ്. അപ്പോൾ 500 രൂപയാണ് പ്രതിമാസം ഫീസായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിലെ വലിയ ക്ലാസ്സുകളോ നിങ്ങൾക്കിനി അറിയാത്തതായിട്ടുള്ള എന്തൊക്കെയോ ഇൻഫർമേഷൻസോ ഒന്നുമില്ല. അത് വെറും ഒരു പ്രാക്ടീസ് സെഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം അറിവുകളൊക്കെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പം എക്സ്ട്രാ അറിവിൻ്റെ ആവശ്യമൊന്നും ആർക്കും ഉണ്ടെന്ന് എനിക്ക് സത്യത്തിൽ തോന്നുന്നില്ല. എന്നാലും എൻ്റേതായിട്ടുള്ള ചെറിയ അറിവുകൾ ഞാൻ പകർന്നു കൊടുക്കാറുണ്ട്. ഞാനൊരു കോച്ചോ ട്രെയിനറോ ഒന്നുമല്ല. പക്ഷേ ഞാനിത് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും ഇത് പഠിച്ച് എനിക്കൊരു ജീവിത വിജയം കിട്ടി എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ഒരാളെന്നുള്ള രീതിയിലും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള ഒരു ദൗത്യവും കൂടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ വിശ്വാസങ്ങൾ, കാര്യമായിട്ടുള്ള വിശ്വാസങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ ജീവിതത്തിലൊരു വിജയം നമുക്ക് നേടുകയുള്ളൂ. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വിശ്വാസങ്ങളാണ്. അതൊക്കെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ചിലപ്പോൾ മാറാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അത് ഓരോരുത്തർക്കും അത് മാറ്റം സാധ്യമാകുന്നത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും. എനിക്കൊക്കെ 2-3 വർഷം ഞാൻ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് എൻ്റെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തിൽ കാര്യമായിട്ടുള്ള വിള്ളൽ തന്നെ വരാൻ സാധിച്ചത്. അതിനുശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് പുരോഗതി ഉണ്ടാകുന്നു. പെട്ടെന്ന് നമുക്ക് എല്ലാ അച്ചീവ്മെൻറ്റ്സും ഉണ്ടാകുന്നു. മണി ആയാലും കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഹെൽത്തിലായാലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇതിന്മേൽ നല്ലവണ്ണം വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ടീച്ചറെ ഞാൻ ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഒരു
മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് ക്വാളിറ്റി ആയിട്ട് ഏത് സമയത്ത് എന്ത് പ്രാക്ടീസാണ് ചെയ്യേണ്ടതെന്നുള്ളതും പ്രധാനമാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം എല്ലാവരുടെയും ഇത്തരം നെഗറ്റീവ് ബിലീഫ് സിസ്റ്റങ്ങളൊക്കെ മാറ്റി പുതിയ പോസിറ്റീവ് വൈബ്സ് കൊണ്ടുവരാൻ ഹെൽപ്പാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.